ഞാൻ ഇവിടുന്നാണ് സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്നത്. ഇവിടെ നല്ല മീൻ ഇതാ ആഗോലിക്ക് നല്ല കറക്റ്റ് കിട്ടും, നല്ലത് കിട്ടും. ബേപ്പൂരിൽ നിന്നാണ് ഇവർ കൊണ്ടുവരുന്നത്. തല്ലിപ്പൊടി മീൻ നല്ല മീൻ തന്നെ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്നാണ് വാങ്ങുന്നത്. ചേച്ചി എവിടുന്നാ വരുന്നത്? മൂത്തേടത്ത് നിന്നാ വരുന്നത്. ഇവിടെ സ്ഥിരം ഇവിടുന്നതാണോ മീൻ എടുക്കാറ്? ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം. അതിന് അപ്പം മീന് അങ്ങനെ ഫ്രീസറിൽ വെക്കാറാണോ പതിവ്? എന്നിട്ട് എങ്ങനെയുണ്ട് മീനിന്റെ കാര്യം? നല്ല മീനാ. എത്രത്തോളം ദിവസം നിൽക്കുന്നുണ്ട് നമ്മളെ മീന്? ഒരാഴ്ച. ഒരു കംപ്ലൈന്റും കൂടാതെ അതേ ടേസ്റ്റിൽ നമ്മൾ. അപ്പൊ അത് നമ്മുടെ മീനിന്റെ പ്രത്യേകിച്ച് അത് ഫ്രഷ് ആയതുകൊണ്ട് മാത്രമാണ് അത് അത്രയും ലൈഫ് കിട്ടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ മീനെ കുറിച്ചൊന്ന് ചേച്ചി ഒന്ന് പറയാമോ? എന്താണ് മീൻ, ഏതൊക്കെ ഐറ്റം കൊണ്ടുപോകാൻ അധികം? കൂടുതൽ കൊണ്ടുവന്ന ഐക്കോറ, മത്തി, അയല, മഞ്ഞവറ്റ, പരവ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാ ചേച്ചിയുടെ? ഐക്കോറയാണ്. ഹലോ ഏട്ടാ, എവിടുന്ന വരുന്നത് മീൻ? ഞാൻ നിലമ്പൂരിന്ന്. നിലമ്പൂരിന്ന് എവിടുന്ന? ഞാൻ കാറ്ററിംഗ് നടത്തുന്നതാ. കാറ്ററിംഗ് ആണ്. മഹാറാണി സ്റ്റാഫുകൾക്കും സിൽക്കും ഗോൾഡും അവർക്ക് ഡെയിലി കൊടുക്കണം. അതെയോ? അപ്പൊ സ്ഥിരമായിട്ട് ഇവിടുന്നാണ് മീൻ കൊണ്ടുപോകുന്നത്? സ്ഥിരമായിട്ട് ഇവിടുന്ന് മീൻ കൊടുക്കും. എവിടെ? മഹാറാണിന്റെ ഏതൊക്കെ സ്ഥാപനങ്ങൾ? ഗോൾഡും സിൽക്കും. ഗോൾഡും സിൽക്കും. അവിടേക്ക് എത്ര കിലോ? 6, 7, 8 കിലോ 10 കിലോ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. 8 കിലോ 10 കിലോ ഒക്കെ കൊണ്ടുപോകും. പിന്നെ അവിടുത്തെ ആളുകളെ സ്റ്റാഫുകളുടെ അഭിപ്രായം എങ്ങനെ? നമ്മളെ മീനുകളെ നല്ല മീനാന്നുള്ള അഭിപ്രായം. നല്ല മീനാണ്. ഡെയിലി 10 കിലോ ആണ് അല്ലെ അതിന്റെ മേലൊക്കെ കൊണ്ടുപോകാറുണ്ടോ? അതിന്റെ മേലേക്ക് വേറെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഏതൊക്കെ തരം ഐറ്റം കൊണ്ടുപോകും? എല്ലാ ഐറ്റംസും കൊണ്ടുപോകുന്നുണ്ട്. അയില, സൂത, പേദല. അയില, സൂത, മാന്തള്, അങ്ങനെ ചെറുമീനുകളാണ് അധികം കൊണ്ടുപോകുന്നത്. അതിന്റെ ഒക്കെ അഭിപ്രായം അടിപൊളിയാണ്.